ഇത് മാസ് മോട്ടോഴ്സാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയുടെ ഒരു മോർണിംഗിൽ ഒരു മിസ്സിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് മോർണിംഗിൽ വണ്ടി ഇങ്ങനെ കുത്തി വലിക്കണമെന്നാണ് പറയണേ. നിലവിൽ നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ കാണിക്കാറുള്ള ചെറിയൊരു മിസ്സിങ്ങാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് കാണിക്കണുള്ളൂ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് അതുമ്പോൾ ചെയ്യാൻ പറ്റാതെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ നമ്മൾ അത് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടിയുടെ ഉണ്ടല്ലോ കാർബറേറ്ററിൻ്റെ പൊസിഷൻ നമ്മളിപ്പോൾ ഇരിക്കുന്നത് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇടുന്ന സമയത്ത് ഓൾറെഡി അതിൻ്റെ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ E20 പെട്രോൾ എന്ന് പറയും. എത്തനോളാണ് 20% അതിനകത്ത് മിക്സ് ചെയ്തേക്കാം. പൊല്യൂഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ അത് നമ്മുടെ ഈ കാർബറേറ്റർ മോഡൽ വണ്ടികളിൽ അത് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് കാർബറേറ്റർ അലുമിനിയം ബോഡിയാണ്, അലുമിനിയാണ് മെറ്റീരിയൽ. അതിന്മേ കെമിക്കൽ ഓക്സിഡേഷൻ നടക്കുന്നതും പ്രകാരം ആ സാധനം ദ്രവിച്ച് പോകുന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ട് നിലവിൽ. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് അറിയില്ല. അഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ അഴിച്ച് ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ അഴിച്ച് ക്ലീൻ ഇടുന്നത് നമുക്ക് നേരെ വിപരീത ഫലമായിട്ട് കാണിക്കാം. ഇതുവരെ ഇല്ലാത്ത വണ്ടിക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കേസ് ഇപ്പോൾ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുന്ന സമയം തുടങ്ങി ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും. അഴിച്ച് ക്ലീൻ ചെയ്യണതിന് നമുക്ക് മിനിമം ഏകദേശം ഒരു 550 രൂപ നമുക്ക് ചിലവ് വരും. കാർബറേറ്റർ ക്ലീനർ വരും. അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ജെറ്റ് സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിടേണ്ടതായിട്ട് വരും. പിന്നെ സർവീസ് ചാർജ് അടക്കം വരുമ്പോൾ ഏകദേശം ഒരു 550 നമുക്ക് ചിലവുണ്ട്. പക്ഷേ ആ ഇതും കൊണ്ട് റെഡി ആവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് പ്രോബ്ലം ഇല്ലാന്ന് നിൽക്കാം. പക്ഷേ അതുകൊണ്ട് ചിലപ്പോൾ ആ 550 രൂപ നമ്മൾ ചെയ്തു എന്ന് കരുതാം. ഈ ഒരു കംപ്ലയിൻറ്റ്സ് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. അങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നണം എന്താ, വണ്ടി വന്ന സമയത്ത് ഓവർഫ്ലോ ഇല്ല, കഴിഞ്ഞതിന് ശേഷം ഓവർഫ്ലോ വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത് കാർബറേറ്ററിൻ്റെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ, അതിനുള്ള പ്രോബ്ലം ഇല്ലയെന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കാതിരിക്കണമായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കംപ്ലയിൻറ്റ് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ഈ 550 രൂപ പോണത് കൂടാതെ നമ്മൾ കാർബറേറ്റർ അസംബ്ലി കൂടി മേടിച്ച് വെക്കേണ്ടതായിട്ട് വരും. ഏകദേശം എനിക്ക് തോന്നുന്നു 2700 2900 അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് തന്നെ കാർബറേറ്റർ അസംബ്ലിയുടെ കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ബാക്കിയത്തെ വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോൺസെപ്റ്റ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, അതൊഴിച്ച് ബാക്കിയത്തെ കേസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ മാറ്റിയിട്ടുണ്ട്. ഗിയർ ബോക്സ് ഓയിൽ, ഗിയറിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി, സ്പീഡോമീറ്റർ കേബിളൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കേസ് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കേസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടേമെന്ന് പറയണം കേട്ടോ.